ബ്രഹ്മസൂത്രം 11-ാമത്തെ പേജില് 8-ാമത്തെ പങ്ക്തി ടീക്ക. എവിടെയാണ് പ്രസംഗം വന്നത്? ആഹ കോയം അധ്യാസോ നാമേതി എന്ന് 10-ാമത്തെ പേജിന്റെ ഭാഷ്യം. ആഹ പറയുന്നു എന്നാണ് ചോദിക്കുന്ന അർത്ഥം എടുത്തോളൂ. കോയം അധ്യാസോ നാമേതി, അധ്യാസത്തിന്റെ വേറെന്താന്നല്ല, അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എന്താണ് അധ്യാസം എന്നുള്ളത്. അന്നപ്പോഴാണ് അനധ്യസ്ഥ വസ്തുവിനാണോ അധ്യാസം, അധ്യസ്ഥ വസ്തുവിനാണോ അധ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യസ്ഥ വസ്തുവിനെ അധ്യാസം നടക്കത്തുള്ളൂ. അതായത് വിഷയം എടുത്താലും ഗ്രഹീതാവിനെടുത്താലും ഗ്രഹിക്കുന്നതാരാ? അത് സാക്ഷിയാണെങ്കിലും വേണ്ടിയില്ല, പ്രമാതാവാണെങ്കിലും വേണ്ടിയില്ല, അധ്യസ്ഥ വസ്തുക്കളെ. ഗ്രഹിക്കപ്പെടുന്ന വസ്തുക്കളോ അതും അധ്യസ്ഥ വസ്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ അധിഷ്ഠാന ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഇല്ലാതെ പോവുമോ? അത് അധ്യസ്ഥമാണോ അനധ്യസ്ഥമാണോ? അനധ്യസ്ഥമാണ്. അനധ്യസ്ഥ വസ്തുവിന്റെ ജ്ഞാനം അധ്യസ്ഥമാണോ അനധ്യസ്ഥമാണോ? അനധ്യസ്ഥം. അധ്യസ്ഥമാണ്. അനധ്യസ്ഥ വസ്തുവിന്റെ ജ്ഞാനം അധ്യസ്ഥമാണ്. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ബ്രഹ്മാകാര വൃത്തി അധ്യസ്ഥമാണോ അനധ്യസ്ഥമാണോ? അധ്യസ്ഥമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? വിശ്വാസി മുതൽക്ക് ചോദിച്ചു തുടങ്ങുന്ന പ്രശ്നമാണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ തുടക്കം മുതൽക്ക് ഈ പ്രശ്നം അവതരിപ്പിക്കും. കാരണം എന്റെ മുന്നിൽ വിഘാതമായി നിൽക്കുന്ന സോക്കോൾഡ് ഗുരുക്കന്മാരുടെ നീണ്ട നിരയാണ്. നമ്മൾക്ക് അവരെ അടിച്ചിടാൻ പറ്റില്ല. അത്രയ്ക്കും അനാദികാല പ്രവൃത്തമായിരിക്കുന്ന അധ്യാസം എന്ന് പറഞ്ഞ പോലെയാണ് അനാദികാല പ്രവൃത്തമായിരിക്കുന്ന ഈ സോക്കോൾഡന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട്. അതടിച്ചിട്ടിട്ട് വേണം ഈ ശാസ്ത്രസംഗതി അവതരിപ്പിക്കാൻ. അതിനെ പിൻപറ്റുന്ന ബുദ്ധിയാണെങ്കിൽ പിന്നെ ശാസ്ത്രം കേറത്തേ ഇല്ല തലയിൽ. അതുകൊണ്ടാ പറഞ്ഞത് പഠിച്ച വിദ്യകളൊക്കെ സൈഡ് വെച്ചിട്ട് മാത്രം പഠിക്കുക എന്നുള്ളത്. ഈ സാധനം നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന് ഫോസ്റ്റർ ചെയ്ത കുറെ സാധനം ഉണ്ടല്ലോ, അത് ഇവരായിപ്പോയി. എന്ത് ചെയ്യാന്? നമ്മൾ ഇറക്കി വെക്കാനും ചെയ്യാറില്ല. കാരണം ശാസ്ത്രത്തെക്കാൾ നമ്മൾക്ക് വിശ്വാസം ആരെയാ? ഗുരുക്കന്മാരെയാണ്. കാരണം ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈശ്വരന്റെ അടുത്ത് തെറ്റ് ചെയ്താൽ ഗുരു ക്ഷമിക്കും, ഗുരുവിന്റെ അടുത്ത് തെറ്റ് ചെയ്താൽ അതിനെ തിരിച്ചിട്ട് ഈശ്വരൻ ക്ഷമിക്കാൻ പാടില്ലേ? ഈശ്വരൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് വാല്യൂ ഗുരുവിന്? മനസ്സിലായോ? ഈ പല്ലവി ഇറക്കാത്ത ഒരു ഗുരു ഭൂമലയാളത്തിലുണ്ടോ? മലയാളിയുടെ മാത്രമല്ല, നിങ്ങൾ എൻറ്റയർ, അത് ചിലപ്പോൾ വിദേശത്തങ്ങ് തന്നെയായിരിക്കും. ഈ സാധനം ഇറക്കാത്ത ഗുരുക്കന്മാരില്ല. അത് ഇറക്കുന്ന ആരായിരിക്കും? മണ്ടന്മാരായ ഗുരുക്കന്മാരാണ് സാധനം ഇറക്കുക. കാരണം തന്റെ ശിഷ്യന്മാർ ഓടിപ്പോയവർ തനിക്കെന്നും ബലിമൃഗങ്ങളെ, കുടീരങ്ങളെ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ബലിമൃഗങ്ങളെ കിട്ടണം. ബലിമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ടൈറ്റിൽ സോങ് ആണിത്. ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ ടീക്ക നോക്കിയോ, അധ്യാസ ഇത്തി അനുഷംഗ. അനുഷംഗം എന്ന് പറഞ്ഞാൽ കൂടെ ചേർക്കുക. കിൻ ലക്ഷണം, ആഹിക്ക് ശേഷം നോക്കിയാൽ മതി. കിൻ ലക്ഷണോ അധ്യാസ ഇത്യാഹ. അനുഷംഗയല്ല, അധ്യാസ. കിൻ ലക്ഷണോ അധ്യാസ. അധ്യാസോ നാമ കിം എന്നുള്ളതിന്റെ അർത്ഥമാണ് കോ അധ്യാസം എന്നുള്ളത് മതി. കോ അധ്യാസം എന്നുള്ളത് കിൻ ലക്ഷണക്കോ, ഏത് ലക്ഷണത്തോട് കൂടിയതാണ് അധ്യാസം. ഇതെന്തിനാ എങ്ങനെ ലക്ഷണം ചോദിക്കുന്നത്? ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി നതു പ്രതിജ്ഞ മാത്രമാണ്. ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ലക്ഷണം പറയണം, പിന്നെ പ്രമാണം കാണിക്കണം. ലക്ഷണ പ്രമാണം ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ മാത്രമേ വസ്തുവിനെ സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചത്. ആരാണ്? പൂർവ്വവാദീത്യർത്ഥ. ആഹ പൂർവ്വവാദിനെ കൂടി ചേർത്തോളുക. പൂർവ്വവാദിയാണ് ഈ പറയുന്നത്, ചോദിക്കാണ്. അസ്യ ശാസ്ത്രസ്യ തത്വനിർണയ പ്രധാനത്വേന വാദകഥാത്വ ദ്യോതനാർത്ഥം ആഹേതി പരോക്തി. ഈ ശാസ്ത്രം തത്വനിർണയത്തിന് വേണ്ടിയായതിനാൽ, തത്വനിർണയം പ്രധാനമായിരിക്കുന്നത് കൊണ്ട് വാദകഥയാണിത്, കഥയിലെ വാദകഥയാണിത്. അതുകൊണ്ട് വാദകഥാത്വം യോജിപ്പിക്കാൻ വേണ്ടിയാണ് പരനോ ചോദിക്കുമ്പോൾ ആഹ എന്ന് പറഞ്ഞത്. പരൻ പറയുന്നു എന്നേ ഉള്ളൂ. പരൻ ചോദിക്കുന്നു കൊടുക്കാതെ പറയുന്നു പറയാൻ കാരണം അവനും നമ്മളെ കൂടെ ഇരിക്കുകയാണ്. ആഹ ഇത്യാദി കഥം പുനർ പ്രത്യേകാത്മനി ഇത്യതഃ പ്രാഗ് അധ്യാസ ലക്ഷണപരം ഭാഷ്യം. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കാണുന്ന ഭാഷ്യഭാഗത്തെ ഇവര് 3 പറയുന്നുണ്ട്. ഏതൊക്കെയാ? ലക്ഷണം, സംഭാവന, പ്രമാണം. ഇത് എവിടം മുതൽ എവിടം വരെ എന്നാണ് ഇനി പറയുന്നത്. കഥം പുനഃ പ്രത്യേകാത്മനി എന്ന് തുടങ്ങിയിട്ട് ആഹ എന്ന് തുടങ്ങിയിട്ട് ആഹ ഇത്യാദി കഥം പുനഃ പ്രത്യേകാത്മനി ഇത്യതഃ പ്രാഗ് അധ്യാസ ലക്ഷണപരം വാക്യം. ഇത് നിങ്ങൾ 16-ാമത്തെ പേജ് കാണാം അല്ലേ? 15, 16. യെസ്,
കഥം പുനഃ പ്രത്യേകാത്മന്യ വിഷയെ അധ്യാസോ എന്ന് തുടങ്ങുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാല് ഏകശ്ചന്ദ്ര സദ്വിതീയ വദിതി ഇവിടം വരെയാണ് അധ്യാസത്തിന്റെ ലക്ഷണം പറയുന്നത്. എവിടെ മുതൽ? ഉച്യത എന്ന് തുടങ്ങുമ്പോൾ സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ടാഭോ അവഭാസ എന്ന് തുടങ്ങിയിട്ട് 16ാമത്തെ പേജിലെ ഏകശ്ചന്ദ്ര സദ്വിതീയ വദിതി എന്നുള്ള ദൃഷ്ടാന്തം പറയുന്ന ഭാഗം വരെ ലക്ഷണമാണിത്. ഇതാണ് പറയുന്നത് കഥം പുനര ഇത്യാദി ആഹ ഇതി ആദി ആഹ എന്ന് തുടങ്ങിയിട്ട് വേണ്ട കഥം പുനരിത്യാദി അപ്പൊ പിന്നെ ഉച്ചതയും തുടങ്ങിയിട്ട് കിട്ടിയാൽ മതി. അത് സ്മൃതിരൂപ എന്ന് തുടങ്ങിയിട്ട് കഥം പുനഃ പ്രത്യേകാത്മന എന്ന് തുടങ്ങുന്നത് അത് സംഭാവന പറയാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നേ എന്ന് പറഞ്ഞാല് ഏകസ്തന്ത്ര എന്ന് വരെയുള്ള ഭാഗം എന്ത് പറയാനാണ്? ലക്ഷണപരം ഭാഷ്യം. അധ്യാസത്തിന്റെ ലക്ഷണം പറയാനുള്ള ഭാഷ്യമാണ്. അത് ആരഭ്യ സംഭാവനാപരം. അവിടെ തുടങ്ങിയിട്ട് സംഭാവനയെ കുറിച്ച് പറയാണ്. അത് എവിടം വരെ നോക്കിയോ? തത് ആരഭ്യ സംഭാവനാപരം തമേദം അവിദ്യാഖ്യം ഇത്യാദി ആരഭ്യ സർവലോക പ്രത്യക്ഷത്യന്തം പ്രമാണമിതി വിഭാഗ. തമേദം അവിദ്യാഖ്യം എന്ന് നിങ്ങൾക്ക് എവിടെയാ 20ാമത്തെ പേജിൽ 1ാം പങ്ക്തി മുതൽ കാണാം. തമേദം അവിദ്യാഖ്യം എന്ന് തുടങ്ങിയിട്ട് എവിടം വരെയാ പറയുന്നത്? സർവലോക പ്രത്യക്ഷ എന്നുള്ളത് 25ാം പേജ് വരെ പോകും. 4ാമത്തെ പങ്ക്തി കാണാം കർത്തൃത്വ ഭോക്തൃത്വ പ്രവർത്തക സർവലോക പ്രത്യക്ഷ. ഇവിടം വരെ എന്ത് പറയും? പ്രമാണ വിഭാഗം. അപ്പൊ ലക്ഷണം, സംഭാവന, പ്രമാണം, ഇത്രയും ഭാഗം അവിടെ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഈ 10ാമത്തെ പേജിൽ സ്മൃതിരൂപഹാൻ തുടങ്ങിയിട്ട് 16ാമത്തെ പേജിൽ 2ാമത്തെ പങ്ക്തി വരെ ലക്ഷണവും, പിന്നെ അവിടുന്ന് തുടങ്ങിയിട്ട് അതിന്റെ തൊട്ടടുത്ത് 16ലെ തന്നെ 2ാമത്തെ പങ്ക്തിയിൽ മുന്നോട്ട് തുടങ്ങിയിട്ട് 19ലെ 3 വരെ സംഭാവനയും, പിന്നെ 20ലെ 1 മുതൽ 25ലെ 4ാം പങ്ക്തി വരെ പ്രമാണവും പറയാണ്. ഓക്കെ, ലക്ഷണമാഹ. ആദ്യം ലക്ഷണത്തെ കുറിച്ച് പറയാണ്. ഭാഷ്യം കണ്ടോ? ഉച്യതേ സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ടാവഭാസ. 13ാമത്തെ പേജിലെ ബാക്കി ഭാഗമുള്ള സ്മൃതേഹ രൂപം യസ്യ. സ്മൃതിയുടെ രൂപം പോലെ സ്മൃതി. ഈ സ്മൃതി ശബ്ദത്തെ സ്മര്യത ഇതി സ്മൃതി എന്നോ സ്മരണ സ്മൃതി എന്നോ അർത്ഥം ചെയ്യാം. സ്മര്യത എന്ന് പറഞ്ഞാൽ കർമ്മണിഖന്യായതുകൊണ്ട് നിങ്ങൾക്ക് സ്മര്യതേ സ്മൃതി എന്നുള്ള രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അർത്ഥാധ്യാസം കിട്ടും. അതായത് സ്മരിക്കപ്പെടുന്ന വസ്തു, അതിന്റെ രൂപത്തിന് സമാനമായിരിക്കുന്ന രൂപം പരത്ര അവഭാസത. മറ്റൊരിടത്ത് അവഭാസിക്കുമ്പോൾ നമ്മൾക്കതിനെ അധ്യാസം എന്ന് പറയാം. അത് അർത്ഥാധ്യാസമാണ്. എല്ലാ സ്ഥലത്തും ഒരു കാര്യം സമാനമായിരിക്കും. ഇത് പരത്ര അവഭാസ, മറ്റൊരിടത്ത് അവഭാസിക്കുക. മറ്റൊരിടം ഉദ്ദേശിച്ചത് അത് കാണാൻ പാടില്ലാത്തിടം, അതിന് യോഗ്യമല്ലാത്ത അധികരണം എന്നർത്ഥം. സർപ്പത്തിന് യോഗ്യമല്ലാത്ത അധികരണമായിരിക്കുന്ന കയറിൽ സർപ്പം അവഭാസിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് സർപ്പം അർത്ഥാധ്യാസമായി. ഇനി വേണമെങ്കിൽ സ്മൃതി എന്നുള്ളതിന് സ്മരണം സ്മൃതി എന്ന് ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാല് എന്തർത്ഥം കിട്ടും? വൃത്തി അർത്ഥം കിട്ടും. സ്മൃതി എന്നുള്ള വൃത്തി. ഈ സ്മൃതി എന്നുള്ള വൃത്തി അന്ധകരണത്തിന്റെ വൃത്തിയാണോ അവിദ്യ വൃത്തിയാണോ? അന്ധകരണ വൃത്തി. നമ്മൾ അന്ധകരണം എന്നാണ് എടുക്കുന്നെങ്കിലും വാസ്തവത്തിൽ ഇത് ആരുടേതായിരിക്കും? ഇത് സാക്ഷിക്കാണ്. സ്മരണം സാക്ഷിക്കാണ് പോകുന്നത്, സാക്ഷിയുടെ വൃത്തിയാണ്. നമ്മളത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അത് സാക്ഷി അങ്ങനെ എടുത്തുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ല. സാക്ഷി എടുക്കുന്ന സമയത്ത് സാക്ഷിയുടെ ഉപാധി ആരാന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ പരിഭാഷയ്ക്ക്, വേദാന്ത പരിഭാഷയ്ക്ക് അനുസരിച്ച് അന്ധകരണ ഉപഹിത ചൈതന്യമാണ് സാക്ഷി. നിങ്ങൾ അദ്വൈതത്തിലെത്തുന്ന സമയത്ത് അടുത്ത 2 സ്റ്റെപ്പ് വരും. ഒന്നുകിൽ അവിദ്യാപഹിതൻ അല്ലെങ്കിൽ അവിദ്യാവൃത്തി ഉപഹിതൻ. അങ്ങനെ സാക്ഷിയുടെ സ്വരൂപം തന്നെ എത്രയോ ടൈപ്പ് വരാനുണ്ട്. അപ്പോൾ യഥാർത്ഥ അനുഭവം വരുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? പ്രമാദാസിദ്ധമാവുന്നത്. സ്മരണം അനുഭവമല്ല. ജ്ഞാനം 2 വിധം. സ്മൃതി അനുഭവം. സ്മൃതി വേറെ, അനുഭവം വേറെ. അനുഭവം നൈയായികന് ആർക്കാണെങ്കിലും അനുഭവം 2 വിധം, യഥാർത്ഥം അയഥാർത്ഥം. ആ യഥാർത്ഥ അനുഭവത്തെ നൈയായികന്മാർ 4 ആയിട്ട് മാനിക്കും, വേദാന്തി 6 ആയിട്ട് മാനിക്കും. അത് ഭാട്ടപക്ഷത്തിൽ 6, പ്രാഭാകര പക്ഷത്തിന് മാനിച്ചു കഴിഞ്ഞാൽ 5 മതി. കാരണം അഭാവം അധികരണ സ്വരൂപമാണെങ്കിൽ പിന്നെ 6ാമത്തെ പ്രമാണം മാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രമാണത്തിന്റെ കാര്യത്തിലും ഇതെല്ലാം നമുക്ക് മുന്നോട്ട് കണ്ടുവരാം. അതായത് പ്രമേയമായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് മിക്കവാറും ചർച്ച മറ്റു ഗ്രന്ഥങ്ങളിൽ കാണത്തുള്ളൂ.
പ്രമാണത്തിന്റെ ഭാഗം സംസാരിക്കുന്നതായിരിക്കും മനസ്സിലാക്കാൻ കൂടുതൽ വിഷമുണ്ടാകുന്ന സ്ഥലം. പ്രക്രിയാ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഈ പ്രമാണം എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റഡി വരുന്ന സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. കാരണം ഒന്ന്, നമ്മുടെ മുന്നിൽ അവതാരങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നാറികളുണ്ടല്ലോ, ഇവന്മാർ സംസാരിക്കുന്നത് ഒരിക്കലും ബ്രഹ്മവുമല്ല പ്രമാണവുമല്ല ആണല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും, സ്പിരിച്വൽ ഫീൽഡിൽ പോലും നമ്മൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാകത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ കണ്ടോ, ഗണപതി വലത്തോട്ടാണ് തുമ്പിക്കൈ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അദ്വൈത വേദാന്തം. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താന്നുള്ളത് അറിയത്തില്ല. അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ. ഒരു ദിവസം ഞാൻ ഈ വഴി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഗുരുവായൂരിലെ കഥയാണ് ഒരാൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, തിരുവണ്ണാമലയില്. വിശേഷം അവിടത്താണ്. ഇതൊക്കെയുള്ള സംഭവങ്ങൾ. കാരണം പറഞ്ഞു കൊടുക്കേണ്ടവരൊരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ ചില്ലറ സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ കഷ്ടപ്പാടാണ് ഇവര് പറയുന്നത് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് സ്മൃതി രൂപ അല്ലെ? സ്മൃതിക്ക് സമാനമേ അർത്ഥമുള്ളൂ, സ്മൃതിക്ക് സദൃശമായിട്ടിരിക്കും. അതായത് സ്മൃതി എന്നുള്ള സ്ഥലത്ത് എന്താ, സംസ്കാരത്തിൽ നിന്ന് ജനിക്കുന്ന ജ്ഞാനമാണ് സ്മൃതി അല്ലെ? അപ്പോൾ സംസ്കാരത്തിൽ നിന്ന് ജനിച്ച ജ്ഞാന വിഷയത്വം എവിടെ ഉണ്ടാവും? സ്മൃതിയുടെ വിഷയത്തിൽ ഉണ്ടാവും. ഈ അധ്യാസം നടക്കുന്ന സ്ഥലത്തും സംസ്കാരം, പൂർവ്വ സംസ്കാരം കാരണമാണ്. അങ്ങനെ ഇരിക്കെ സംസ്കാരജന്യ ജ്ഞാനം തന്നെയാണ് എന്തും അധ്യാസവും, ജ്ഞാനാധ്യാസം. ആ ജ്ഞാനാധ്യാസ സ്ഥലത്തെ വിഷയം എന്നുള്ളത് സംസ്കാരജന്യ ജ്ഞാന വിഷയം തന്നെയാണ്. ഈ സംസ്കാരജന്യ ജ്ഞാന വിഷയത്വം എന്നുള്ള സാദൃശ്യം രണ്ടിടത്തും ഉണ്ടാവും. അധ്യാസ ഇതി അനുഷംഗാച്ച, ഇവിടെയാണ് സ്മൃതി രൂപ. ഇത് ഉത്തരത്തോടു കൂടിയാണ്. സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ അധ്യാസ ചേർത്തോളണം. പരത്ര അവഭാസ, മറ്റൊരു സ്ഥലത്ത് അവഭാസിക്കുക. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? സ്മൃതി സദൃശമായിക്കൊണ്ട് എന്ന് പറഞ്ഞാല് സ്മൃതി അല്ലത്, സ്മൃതി വേറെ അധ്യാസം വേറെ. പക്ഷേ സ്മൃതിക്കും അധ്യാസത്തിനും സമാനതയുണ്ട്, രണ്ടും സംസ്കാരജന്യമാണ്. അതുകൊണ്ടാണ് സ്മൃതി രൂപ എന്ന് പറഞ്ഞാല് സ്മൃതി സദൃശമേ അർത്ഥമുള്ളൂ. ഇത് ഇവിടെ ശരിക്ക് പരത്ര അവഭാസ എന്ന് മാത്രമാണ് ലക്ഷണം, ബാക്കിയെല്ലാം ലക്ഷണത്തെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്ന ഭാഗമാണ്. പരത്ര അവഭാസ, പരത്രം ഉദ്ദേശിച്ചത് തനിക്ക് പ്രകാശിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലത്ത്. സർപ്പത്വേന പ്രകാശിക്കാൻ യോഗ്യമായിരിക്കുന്ന സ്ഥലമാണ് ആ സർപ്പം. അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന കയറിൽ സർപ്പം ഭാസിക്കുകയാണത്. പരത്ര അവഭാസ എങ്ങനെ? പൂർവദൃഷ്ട അവഭാസ, ദൃഷ്ടം ദൃഷ്ടി എന്നർത്ഥം. പൂർവജ്ഞാനത്തിൽ നിന്ന് അവഭാസിക്കുകയാണ്. അതായത് പൂർവജ്ഞാനത്തിൽ നിന്ന് സംസ്കാരം ഉൾക്കൊണ്ടിട്ട് മറ്റൊരിടത്ത് സമാനമായിരിക്കുന്ന ഒരു ഭാനം നടക്കുകയാണ്. അവിടെ ഈ ലക്ഷണം അർത്ഥാധ്യാസത്തിനും ജ്ഞാനാധ്യാസത്തിനും സമാനമായിട്ട് കൊണ്ടുപോകാം, രണ്ടിനും വേണ്ടിയുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് നോക്കിയോ, പരത്ര അവഭാസ ആര്? അർത്ഥത്തിന്റെ, വിഷയത്തിന്റെ അവഭാസം. അപ്പോൾ അർത്ഥാധ്യാസം കിട്ടും. പരത്ര അവഭാസ കർമ്മണി ഖഞ്ഞ് ചെയ്തു കഴിഞ്ഞാല് അവഭാസം എന്നുള്ളത് ജ്ഞാന അർത്ഥം കിട്ടും. പരത്ര അവഭാസ നേരിട്ട് അവഭാസത്തെ ഇത് അവഭാസ രണ്ടായിട്ടും കൊണ്ടുപോകാം. അവഭാസത്തിന്റെ വിഷയമായിട്ടും അവഭാസ സ്വരൂപമായിട്ടും എന്ന് പറഞ്ഞാല് ജ്ഞാനാധ്യാസ അർത്ഥാധ്യാസം രണ്ട് സ്ഥലത്ത് കൊണ്ടുപോകും. നമ്മളിത് 13ാമത്തെ പേജിൽ ഒരു 4-5 പങ്ക്തിയിൽ ടീക്കൽ സംസാരിക്കും. ഇനി നിങ്ങൾ ടീക്ക തന്നെ നോക്കിയോ. പരത്ര അവഭാസ ഇത്യവ ലക്ഷണം, ഇത്ര ലക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരത്തുള്ളൂ. പരത്ര അവഭാസ, പരസ്പൻ അവഭാസ എന്ന് പറഞ്ഞാൽ പരത്ര എന്ന് പറഞ്ഞാൽ പരസ്പൻ എന്നർത്ഥം. സപ്തമ്യ സ്ത്രല്, സപ്തമി അർത്ഥത്തിലാണ് ട്രല്ലിന്റെ ആണ് കാണുന്നത്. പരത്ര എന്ന് പറഞ്ഞാൽ പരസ്മിൻ അവഭാസ. ഈ പരത്ര അവഭാസ എന്നുള്ളത് അർത്ഥാധ്യാസമാണോ ജ്ഞാനാധ്യാസമാണോ? അവഭാസ ശബ്ദം കൊണ്ട് എടുക്കേണ്ടേ? കർമ്മണീയം ചെയ്താൽ ജ്ഞാനാധ്യാസം. ഇതെന്ത് ചെയ്താലോ? കർമ്മണി ചെയ്താലും ജ്ഞാനാധ്യാസം, കർമ്മണി ചെയ്താലും അർത്ഥാധ്യാസം, ഭാവ ചെയ്താലും ജ്ഞാനാധ്യാസം. ഭാവം എന്ന് പറയാൻ ക്രിയ എന്നാണ് അർത്ഥം, ജ്ഞാനക്രിയ എന്നർത്ഥം കിട്ടും. രണ്ടർത്ഥത്തിലും കൊണ്ടുപോകാമെന്നർത്ഥം. അപ്പൊ പറയാം ശിഷ്ടം പദദ്വയം തത് ഉപപാദനാർത്ഥം. ബാക്കി രണ്ട് പദങ്ങൾ ഏതൊക്കെ? സ്മൃതി രൂപ, പൂർവദൃഷ്ട. ഇത്രയും പദം ആ പരത്ര അവഭാസ എന്നുള്ള അധ്യാസത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തഥാഹി അവഭാസ്യതി ഇതി അവഭാസോ രജതാദി അർത്ഥം. ഇനി സ്പഷ്ടീകരിക്കാൻ പോകണേ.
അവഭാസ്യതേ, അവഭാസിക്കപ്പെടുന്നത്. ഇതിനെ അവഭാസം എന്ന് പറഞ്ഞാല് അർത്ഥാഭ്യാസം കിട്ടും. അതാണ് രജതാദി അർത്ഥ. തസ്യ അയോഗ്യം അധികരണം പരത്ര പദാർത്ഥ. അതിന്റെ അയോഗ്യമായിരിക്കുന്നത്, അതായത് ഭാസിക്കാൻ അയോഗ്യമായിരിക്കുന്നതാണ് എടുക്കണം കേട്ടോ. അതിന് ഭാസിക്കാൻ അയോഗ്യമായിരിക്കുന്ന, അതിന് ഭാസിക്കാൻ യോഗ്യമായിരിക്കുന്ന അധികരണം ഏതാ? താൻ തന്നെ. ഒരു രജത്തിന് ഭാസിക്കാൻ യോഗ്യമായിരിക്കുന്ന അധികരണം രജതം തന്നെ. അയോഗ്യമായിരിക്കുന്ന അധികരണമാണ് ശുക്തി. ഭാസിക്കാൻ അയോഗ്യമായിരിക്കുന്ന അധികരണം എന്ന് പറഞ്ഞാൽ അനധികരണമായിരിക്കുന്ന എന്നർത്ഥം. നമ്മുടെ അദ്വൈതശുദ്ധിയില് ആദ്യത്തെ മിഥ്യാത്വ ലക്ഷണം എന്താ? പ്രതിപന്നോപാധോ ത്രൈകാലിക നിഷേധ പ്രതിയോഗിക്കുന്ന ജ്ഞാത അധികരണത്തിൽ. അപ്പോൾ അയോഗ്യമായിരിക്കുന്ന അധികരണത്തിൽ ജ്ഞാതമായത് കൊണ്ടാണ് അവിടെ നിഷേധം നടക്കുന്നത്. അല്ലേ? പ്രതിപന്നോപാധോ ത്രൈകാലിക നിഷേധം, ഒരു കാലത്തും അതില്ല എന്നും പറഞ്ഞ് നിഷേധിച്ചു കളിയാണ്. അതിന്റെ പ്രതിയോഗിയാണ് കാണപ്പെടുന്ന വസ്തു. തസ്യ അയോഗ്യമധികരണം, ഈ രജതാദി വസ്തുക്കളുടെ കൽപ്പിതമായിരിക്കുന്ന വസ്തുക്കളുടെ അയോഗ്യമായിരിക്കുന്ന അധികരണമാണെന്ത്? പരത്ര ശബ്ദം കൊണ്ട് പറഞ്ഞത്. പരത്ര മറ്റൊരിടത്ത് നിന്നർത്ഥം, അയോഗ്യമായിരിക്കുന്ന അധികരണത്തിൽ നിന്നർത്ഥം. അധികരണത്തെ അയോഗ്യത്വം. എന്താണ് ഈ അധികരണത്തിലിരിക്കുന്ന അയോഗ്യത്വം എന്നുള്ളത്? ഏതാണ് രജതത്തിന്റെ അധികരണം? ഏതാ? ശുക്തി. നോക്കണം, രജതത്തിന്റെ അധികരണം രജതം തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ ശുക്തി എന്ന് ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ടാ? പരത്ര എന്നാണ് ശബ്ദം പോയത്. മറ്റൊരിടത്ത് എന്നുള്ളത് ശുക്തിയാണ്. അതിലെ ശുക്തിയിലെ രജത പ്രകാശത്തിന്റെ അയോഗ്യത്വം എന്തുകൊണ്ട് വന്നു? അധികരണസ്യ അയോഗ്യത്വം. അധികരണമായിരിക്കുന്ന ശുക്തിയിലെ രജത അവഭാസത്തിനുള്ള യോഗ്യത ഇല്ലായ്മ, അയോഗ്യത്വം. അതെന്താ? ആരോപ്യ അത്യന്താഭാവത്വം. അല്ലേ? ആരോപ്യ അത്യന്ത അഭാവത്വം എന്നുള്ള വത്വം എന്നില്ല ഒന്നാമത്തേല്. രണ്ടാമത്തേൽ എന്താ? തതുവത്വം വാ എന്ന് പറഞ്ഞാല് ആരോപ്യ അത്യന്താഭാവ വത്വം വാ. ആരോപ്യ അത്യന്താഭാവത്വവും ആരോപ്യ അത്യന്താഭാവ വത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗുണം എവിടെ ഇരിക്കും? ദ്രവ്യത്തിലിരിക്കും. ഗുണവത്താണ് എന്ത്? ദ്രവ്യം. ദ്രവ്യത്തിൽ എന്തിരിക്കും? ഗുണവത്വം. ഗുണവത്താണ് ദ്രവ്യം. ഗുണത്തെ എവിടെ ഇരിക്കും? ഗുണത്തിലിരിക്കും. ഗുണവത്വം ഗുണത്തിലിരിക്കുകയോ? ഇല്ല, ഗുണവത്വം ദ്രവ്യത്തിലിരിക്കുകയാണ്. ചെറിയ വ്യത്യാസം മനസ്സിലായോ? ഇതേപോലെ അത്യന്താഭാവത്വം എവിടെ ഇരിക്കും? വേറെ സമയമില്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട് മക്കളെ. അത്യന്താഭാവത്ത് ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ ദൃഷ്ടാന്തം പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്ന്. അത്യന്താഭാവത്വം എവിടെ ഇരിക്കും? കേട്ടോ, അത്യന്താഭാവത്വം അത്യന്താഭാവത്വം വാ. അതായത് ആരോപ്യം ഏതാണ്? കാണുന്ന വസ്തു എന്ന് പറഞ്ഞാല് അധ്യസ്ഥമായിരിക്കുന്ന വസ്തുവാണ് ആരോപ്യം. ആരോപ്യ വസ്തു അവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ആരോപ്യത്തിന്റെ അത്യന്താഭാവമാണ് അവിടെയുള്ളത്. ആ വസ്തുവില് അത്യന്താഭാവം ഇരിക്കുമോ, അഥവാ ആ വസ്തുവിനെ നമ്മൾക്ക് അത്യന്താഭാവം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് രണ്ട് ചോദ്യമുണ്ട് ഇവിടെ. അഭാവം അധികരണ സ്വരൂപമാണെങ്കിൽ അഭാവത്തിലിരിക്കുന്ന ഈ ആരോപ്യ അത്യന്താഭാവത്തെ എവിടെ ഇരിക്കും? അത്യന്താഭാവത്തിലിരിക്കും. ആരോപ്യ അത്യന്താഭാവമാണ്, ആരോപ്യ വസ്തുവായിരിക്കുന്ന രജതത്തിന്റെ അത്യന്താഭാവമാണ് ശുക്തിയിലിരിക്കുന്നത്. അപ്പോ ആ അത്യന്താഭാവത്തിലിരിക്കും ആരോപ്യ അത്യന്താഭാവത്വം. ഈ അത്യന്താഭാവത്വം ഇരിക്കുന്ന അത്യന്താഭാവം അധികരണ സ്വരൂപമാണെങ്കിൽ അത്യന്താഭാവത്വം അധികരണത്തിൽ തന്നെ ഇരിക്കും. അഥവാ അത്യന്താഭാവം അധികരണത്തിന്റെ ധർമ്മമാണെങ്കിൽ അധികരണം അത്യന്താഭാവത്തായി മാറും. അന്നപ്പോൾ അധികരണത്തിൽ അത്യന്താഭാവത്വം ഇരിക്കും. ഇതാണെന്ത്? അയോഗ്യത്വം എന്നുള്ളത്. തഥാച ഏകാവച്ഛേദേന സ്വസംസൃജ്യമാനെ സ്വത്യന്താഭാവതി അവഭാസ്യത്വം അധ്യാസത്വം ഇത്യർത്ഥഃ. എന്താണ് ഈ അധ്യാസത്വം? ഏകാവച്ഛേദന. ഇവിടെ അവച്ഛേദകം കൊണ്ടുവരാൻ കാരണം, ചുരുക്കി പറഞ്ഞാല്, എവിടെയാണോ സംബന്ധിയായിട്ട് വസ്തുവിനെ കാണപ്പെടുന്നത് ആ വസ്തു അവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആ വസ്തു അധ്യാസം എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ കയറില് സർപ്പം അവഭാസിക്കപ്പെടുന്ന വസ്തുവിൽ സ്വസംസൃഷ്ടമായിട്ട്, അതായത് കയറ് സംബന്ധിയായിട്ട് താദാത്മ്യേന അവഭാസിക്കപ്പെടുന്ന വസ്തുവാണ് സർപ്പം. ആ കയറിൽ തന്നെ സർപ്പം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സർപ്പത്തിന്റെ അധ്യാസം. ഓക്കെ? അന്നപ്പോൾ ഇവിടെ പ്രസംഗം എന്താന്ന് പറഞ്ഞാൽ, സംബന്ധിയായിരിക്കുന്ന വസ്തുവിൽ, സംബന്ധിയായിട്ട് കാണപ്പെടുന്ന വസ്തുവിൽ ആ വസ്തു ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ
നൈയായികനെ സംബന്ധിച്ച് സംയോഗം എന്നുള്ളത് അവ്യാപ്യവൃത്തിയാണ്. അവ്യാപ്യവൃത്തി എന്ന് പറഞ്ഞാൽ സ്വ അഭാവത് വൃത്തിത്വം. സോ എന്ന് പറഞ്ഞാല് സംയോഗം, സ്വഭാവം എന്ന് പറഞ്ഞാൽ സംയോഗത്തിന്റെ അഭാവം. സംയോഗത്തിന്റെ അഭാവം എവിടെ ഇരിക്കുമോ അതേ അധികരണത്തിൽ തന്നെയാണ് സംയോഗം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംയോഗത്തെ അവ്യാപ്യവൃത്തി എന്ന് പറയുന്നത്. വ്യാപിച്ചിരിക്കത്തില്ല. സ്വ ഇരിക്കുന്ന സ്ഥലത്ത് സ്വന്തം അഭാവം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ സംയോഗത്തിൽ വെച്ച് കഴിഞ്ഞാല് ഇവിടെ സംയോഗമുണ്ട്, സംയോഗത്തിന്റെ അഭാവമുണ്ട്. അതായത് രണ്ട് വിരലുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും രണ്ട് വിരലുകളുടെ എല്ലാ വശങ്ങൾ തമ്മിലും സംയോഗത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ഒരു വശം സംയോഗത്തിലിരിക്കുമ്പോൾ മറ്റു പല വശങ്ങൾക്കും സംയോഗത്തിന്റെ അഭാവമുണ്ട്. അതുകൊണ്ട് ഈ സംയോഗം ഇരിക്കുന്നത് വിരലാണ് സംയോഗം ഇരിക്കുന്നത്. ഈ രണ്ട് വിരലുകൾ സംയോഗം ഇരിക്കുമ്പോൾ പോലും അതേ രണ്ട് വിരലുകളിൽ തന്നെ സംയോഗത്തിന്റെ അഭാവമുണ്ട്. ഇവിടെ സംയോഗം ഇരിക്കുമ്പോൾ ഇവിടെ ഈ സ്ഥല സംയോഗത്തിന്റെ അഭാവം ഇരിക്കും. ഈ സ്ഥല സംയോഗം ഇരുന്നാൽ ഇവിടെ സംയോഗത്തിന്റെ അഭാവം ഇരിക്കും. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾ തർക്കസങ്കരം പഠിക്കുമ്പോൾ വ്യാപ്തിയുടെ ലക്ഷണം പഠിക്കുന്ന സ്ഥലത്ത് വരും കവിസംയോഗി ഏത വൃക്ഷത്വ എന്നുള്ളൊരു ദൃഷ്ടാന്തം വരാനുണ്ട്. അപ്പോൾ കവിസംയോഗത്തെ എടുത്തു കഴിഞ്ഞാല് സംയോഗം ഇരിക്കുന്ന അതേ വൃക്ഷത്തിൽ തന്നെയാണ് സംയോഗത്തിന്റെ അഭാവം ഉള്ളത്. അതുകൊണ്ട് സംബന്ധിയായിരിക്കുന്നത്, അതായത് സംയോഗം സംബന്ധിച്ചിരിക്കുന്നത് ദൃഷ്ടാന്ത കവിസംയോഗത്തെ തന്നെ എടുത്തോ. അപ്പൊ കവിയുടെ സംയോഗം, കവിന്ന് എടുക്കരുത്, കവിയുടെ സംയോഗത്തെ എടുക്കണം, എങ്കിൽ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. കവിയുടെ സംയോഗം ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കവി സംയോഗത്തിന്റെ അഭാവം ഉള്ളത് കൊണ്ട് സ്വന്തം അഭാവ ഇരിക്കുന്നിടത്ത് പ്രതിഭാസമാനത്വം എന്നുള്ളത് കവിസംയോഗത്തിലും വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഏകാവച്ഛേദന എന്ന് പറയുന്നത്. കാരണം കവിസംയോഗം ഇരിക്കുന്നത് വൃക്ഷത്തിലാണെങ്കിലും അതിന്റെ അവച്ഛേദകവും അതിന്റെ അഭാവത്തിന്റെ അവച്ഛേദകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, കവി ഇരിക്കുന്നത് ശാഖയിലാണ്. ശാഖാവച്ഛേദന വൃക്ഷത്തിൽ കവി ഇരിക്കുമ്പോൾ പോലും എന്ന് പറഞ്ഞാൽ കവിയുടെ സംയോഗം ശാഖാവച്ഛേദനയാണ് വൃക്ഷത്തിൽ ഇരിക്കുന്നത്. എന്നിരുന്നാലും അതേ വൃക്ഷത്തിൽ തന്നെ മൂലാവച്ഛേദന കവിയുടെ സംയോഗത്തിന്റെ അഭാവം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഏകാവച്ഛേദന തന്നെ ഭാവോ അഭാവവും കിട്ടണം. അന്യാവച്ഛേദന ഭാവ അഭാവം കിട്ടിയാൽ വസ്തു മിഥ്യയാവത്തില്ല. അതായത് ഇവിടെ ഇപ്പോൾ ദൃഷ്ടാന്തം കൊണ്ടുപോകുമ്പോൾ പ്രാതിഭാസിക സ്ഥലമാണ് മൊത്തം കൊണ്ടുപോകുന്നത്. നിങ്ങൾ അദ്വൈതസിദ്ധിയിൽ വ്യാവഹാരിക ജഗത്തിൽ എടുത്തിട്ടും തട്ടും. ഓക്കെ, ഇത് കുറച്ച് ലോ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം, വ്യാവഹാരികത്തിലേക്കും വെക്കാം, പക്ഷെ പങ്ക്തി വെക്കത്തില്ല, നമ്മൾക്ക് വെച്ച് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ നോക്കിയോ, ഏകാവച്ഛേദേന സ്വസംസൃജ്യമാനേ, സംസർഗം എന്ന് പറഞ്ഞാല് സംബന്ധം, സംസൃജ്യ സംബന്ധയുക്തം എന്ന് പറഞ്ഞ സംബന്ധി. അപ്പൊ സംസൃജ്യമാനേ വസ്തുനി, ഒരേ അധികരണത്തിൽ സംബന്ധിച്ചിരിക്കുന്ന, ഇപ്പോൾ കയറിൽ സംബന്ധിച്ചിരിക്കുന്ന സർപ്പം അവിടെ എന്തിരിക്കും? സ്വ അത്യന്താഭാവതി. വാസ്തവത്തിൽ സർപ്പം അവിടെ ഇരിക്കുന്നുണ്ടോ താതാത്മ്യേന കയറിൽ? ഇല്ല. അപ്പൊ സ്വന്തം അത്യന്താഭാവമാണ് ഇരിക്കുന്നത്. അങ്ങനെ സ്വന്തം അത്യന്താഭാവം ഇരിക്കുന്ന വസ്തുവിൽ, അതും എങ്ങനെയാ? സ്വസംബന്ധിയായിട്ടിരിക്കുന്ന വസ്തുവിൽ, ഓക്കെ എന്ന് പറയാല് സ്വ ആയിരിക്കുന്ന സർപ്പം സംബന്ധിയായിരിക്കുന്ന കയറിൽ, എന്നിട്ട് പറയാണ് അത് വാസ്തവത്തിൽ സ്വന്തം അത്യന്താഭാവതിയാണ്. അങ്ങനെ ഇരിക്കുന്ന സ്വ അത്യന്താഭാവതിയിൽ അവഭാസ്യത്വം പ്രകാശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ സർപ്പത്തിലിരിക്കുന്ന അധ്യസ്ഥത്വം. അവഭാസ്യത്വം അധ്യസ്ഥത്വം ഇത്യർത്ഥ. ഇതഞ്ച സാധ്യ അനാദ്യ അധ്യാസ സാധാരണം ലക്ഷണം. ഈ ലക്ഷണം എന്നുള്ളത് സാധ്യാധ്യാസത്തിലും അനാദ്യാധ്യാസത്തിലും സമാനമായിട്ട് പോകും. രണ്ടുവിധം അധ്യാസമുണ്ട്. സാധ്യമായിട്ടിരിക്കുന്ന അധ്യാസമാണ് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന അധ്യാസം, അനാദിയായിട്ടിരിക്കുന്ന അധ്യാസമാണ് അവിദ്യാധ്യാസം. സംയോഗി അതിവ്യാപ്തി നിരാസായ ഏകാവച്ഛേദേനീതി, ഈ ലക്ഷണം ഉണ്ടല്ലോ, ഏകാവച്ഛേദേന സ്വസംസർജ്യമാനെ സ്വ അത്യന്തഭാവതി അവഭാസ്യത്വം അധ്യസ്ഥത്വം എന്ന് പറഞ്ഞത് ഇത് വിഷയാധ്യാസമാണ്. ഇത് ജ്ഞാനാധ്യാസമല്ല. ജ്ഞാനാധ്യാസത്തിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അർത്ഥാധ്യാസത്തിലേക്ക് പോകത്തുള്ളൂ. അത് വിഷയജ്ഞാനം ജ്ഞാനാധ്യാസത്തിന് വരത്തുള്ളൂ. കാരണം സ്വസംസർജ്യമാനെ സംസർജ്യമാനെ വസ്തു എന്ന് പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. സംയോഗത്തിന് എന്താ പ്രശ്നമുള്ളത്? സംയോഗം സ്വന്തം സംബന്ധിയിൽ അവഭാസിക്കുമ്പോൾ പോലും അതേ സംബന്ധിയിൽ അതിന്റെ അഭാവമുണ്ട്. അപ്പോൾ സംയോഗത്തിൽ ലക്ഷണം പോയി കഴിഞ്ഞാൽ എന്താ തകരാറ്? സംയോഗി അതിവ്യാപ്തി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലക്ഷണത്തിനനുസരിച്ച് പ്രാതിഭാസിക സ്ഥലത്ത് മാത്രമേ ലക്ഷണം അന്വയിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നൈയായികന്മാർ പറയും ഈ എന്താണ് സ്വത്യന്തഭാവ അധികരണത്തിൽ പ്രതീയമാനത്വം എന്ന് സിദ്ധിക്കാനായിട്ട് അനുമാനം കൊണ്ടുവരും. അയം പടഹ ഏതത്ത് അന്തിഷ്ട അത്യന്തഭാവ പ്രതിയോഗി പടത്വാത് പടാന്തരവത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തുണി അതിന്റെ അധികരണമായിരിക്കുന്ന തന്തുവിൽ, നൂലിൽ ഒരു കാലത്തും ഇല്ലായിരുന്നു. ഏതുപോലെ?
മറ്റൊരു പടത്തെ എടുത്തിട്ട് പറയാണ് മറ്റൊരു പടത്തിന്റെ അവയവമായിരിക്കുന്ന തന്തുവില് ഈ പടം ഉണ്ടോ? ഇല്ല. ഈ തുണി, പടം എന്ന് പറയുന്ന തുണി, ക്ലോത്ത്, ഈ തുണി ഇരിക്കുന്നത് ഈ തന്തുക്കളിലാണ്, മറ്റു തന്തുക്കളിലല്ല. മറ്റു തന്തുക്കളിൽ മറ്റു പടങ്ങളായിരിക്കുന്നത്. എപ്രകാരം മറ്റു തന്തുക്കളിൽ ഈ പടം ഇരിക്കുന്നില്ലയോ, ആയതിനാൽ ഈ പടം മറ്റു തന്തുക്കളിൽ ഇരിക്കുന്ന അത്യന്താഭാവത്തിന് പ്രതിയോഗിയായിരിക്കുന്നതിനാൽ ഈ തന്തുവിലും ഈ പടത്തിന്റെ അത്യന്തഭാവം ശ്രദ്ധിക്കാൻ പറ്റും. അതിന്റെ പിറകെ പോകുന്നില്ല, ഇങ്ങനെ അനുമാനം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒക്കെ അവസരം കിട്ടുമ്പോൾ, നിങ്ങൾ ഉപനിഷത്തിൽ തന്നെ കഴിഞ്ഞ ഭാഗമാണിത്, വെറുതെ അങ്ങോട്ട് പോയിട്ട് സമയം കളയേണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പൊ എന്ത് പറ്റും? സംയോഗത്തിൽ അതിവ്യാപ്തി ഒഴിവാക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഏകാവച്ഛേദന. സംയോഗം അധികരണനിഷ്ഠ അത്യന്തഭാവ പ്രതിയോഗിയാണ്, പക്ഷെ ഏകാവച്ഛേദനയല്ല. ശാഖ അവച്ഛേദന സംയോഗവും മൂലാവച്ഛേദന സംയോഗഭാവവുമാണ്. ഏകാവച്ഛേദന സംയോഗഭാവം കിട്ടത്തില്ല. ഏകാവച്ഛേദന സംയോഗഭാവം കിട്ടിയാൽ ആ വസ്തു അധ്യസ്ഥമായനെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു സംയോഗ അധ്യസ്ഥമല്ലെന്നാണോ? അങ്ങനെയല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ലക്ഷണം അന്വയിക്കാൻ പോകുന്നത് പ്രാതിഭാസിക സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷണം പോയത്. സംയോഗസ്യ സ്വസംസർജ്യമാനേ വൃക്ഷേ സ്വ അത്യന്താഭാവവത്തി അവഭാസ്യത്വേപി. സംയോഗത്തിന്റെ കാര്യത്തില് സ്വബോധം കൊണ്ട് സംയോഗത്തെ എടുക്കുക. സ്വസംസർജ്യമായിരിക്കുന്ന വസ്തുവാണ് വൃക്ഷം. ആ വൃക്ഷത്തിൽ സ്വ അത്യന്തഭാവവതി, സ്വന്തം അത്യന്തഭാവം ഇരിക്കുന്നുണ്ട് ആ വൃക്ഷത്തിൽ. അങ്ങനെ ഇരിക്കുന്ന വൃക്ഷത്തിൽ സംയോഗത്തിന്റെ പ്രകാശം നടക്കുമ്പോൾ പോലും അവഭാസ്യത്വേപി സ്വ അത്യന്തഭാവയോർ മൂലകര അവച്ഛേദക ഭേദാസ്നാദിവ്യാപ്തി. സ്വനും സ്വ അത്യന്തഭാവത്തിനും അവച്ഛേദകം ഭിന്ന ഭിന്നമാണ്. സ്വയുടെ അവച്ഛേദകം ശാഖയും അഖരവും, അഭാവത്തിന്റെ അവച്ഛേദകം മൂലവുമാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല? ഏകാവച്ഛേദന ഭാവാഭാവങ്ങൾ കിട്ടത്തില്ല. അത്യന്തഭാവഗതി പ്രതീയമാനത്വം കിട്ടും, പക്ഷെ ഏകാവച്ഛേദന കിട്ടത്തില്ല. അതുകൊണ്ട് സംയോഗത്തിൽ അതിവ്യാപ്തി മാറിക്കിട്ടി എന്നർത്ഥം. ആ സംയോഗത്തിൽ അതിവ്യാപ്തി ഒഴിവാക്കാനാണ് ഏകാവച്ഛേദന എന്ന് വിശേഷണം കൊടുത്തത്. പൂർവം, ഇനി അടുത്ത് പറയാണ്, പൂർവം സ്വഭാവതി ഭൂതലെ പശ്ചാത്താനീതോ ഘടഃ ബാധീതി ഘടേ അതിവ്യാപ്തി നിരാസായ സ്വസംസൃജ്യമാന ഇതി പദം. ഭൂതലത്തിൽ ആദ്യം ഘടമില്ലായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? അത്യന്തഭാവം ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഘടം കൊണ്ടുവച്ചു. അപ്പൊ എന്ത് പറ്റി? സ്വസംസർജ്യമാനമായിരിക്കുന്ന ഭൂതലം. ആ ഭൂതലത്തില് അവഭാസ്യമാനമല്ലേ, പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തുവല്ലേ ഘടം ആണ് എന്ന് കരുതിയിട്ട് എന്തുകൊണ്ടാണ് ഘടം അധ്യസ്ഥമല്ലാത്തത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ദൃഷ്ടാന്തം കൊടുക്കുന്ന രണ്ട് പൂർവപക്ഷിക്ക് സിദ്ധാന്തിക്ക് ഹാ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം ദൃഷ്ടാന്തം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സംയോഗത്തെയോ ഈ ഘടത്തെയോ ഒന്നും നമ്മൾ ദൃഷ്ടാന്തീകരിക്കാത്തത്. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റി? ഇവിടെ എന്താ പറയുന്നത്? ഘടം ആദ്യം ഭൂതലത്തിലില്ല, പിന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഭൂതലം മുമ്പ് സ്വാത്യന്തഭാവതിയല്ലേ? അതെ. ഇപ്പോൾ സംസർജ്യമാനമായില്ലേ? അതെ. പ്രകാശിക്കപ്പെടില്ലേ? പെടും. അവൻ പറയാണ്, പൂർവഭാവതി ഭൂതലെ പശ്ചാത്താനീത ഘടോപാധീതി ഘട അതിവ്യാപ്തി വാരണായ സ്വസംസൃജ്യമാന ഇതി പദം. ഇവിടെ സ്വസംസർജ്യമാനം എന്ന് കൊടുത്താലും നടക്കത്തില്ല. എന്താ, മുമ്പ് സ്വസംസർജ്യമാനമായിരുന്നില്ലേ? ആണ്. പിന്നെ എപ്പോഴാ? പ്രതീയമാനകാലേ സംസർജ്യമാനേ. അങ്ങനെ പറഞ്ഞാലും നടക്കത്തില്ല. അതായത് നോക്കൂ, ഇവർ ഇത്രയും വലിയ വ്യാഖ്യാനം ചെയ്തു പോയാലും പ്രശ്നമുണ്ട്. ഇത്രയൊന്നും അദ്വൈതസിദ്ധിയിൽ ചെയ്യുന്നില്ല. കാരണം അണ്ടർസ്റ്റുഡ് ആണ് സാധനം. അത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാ, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇവർ പറഞ്ഞ എന്താണ്? സ്വഭാവതി ഭൂതലെ, സ്വപദം കൊണ്ട് ഘടത്തി എടുത്തോ. പൂർവം സ്വഭാവതി എന്ന് പറഞ്ഞത്. അപ്പൊ മുമ്പ് ഘടമില്ലാത്ത ഭൂതലത്തിൽ പശ്ചാത്താനീതോ പിന്നെ കൊണ്ടുവച്ചിരിക്കുന്ന ഘടം ഭാസിക്കുന്നുണ്ട്. അപ്പോൾ ആ പിന്നെ കൊണ്ടുവച്ചാൽ പോലും സ്വസംസർജ്യമാനം തന്നെയല്ലേ? മനസ്സിലായോ? പിന്നെന്താ? ഘട അതിവ്യാപ്തി നിരാസായ സ്വസംസർജ്യമാനം. അതുകൊണ്ട് മാനിക്കണം. എന്ത് പറയണം? ശരിക്കും ഇവിടെ നമ്മളെ മണ്ട കറക്കാൻ പോവുകയാണെ. നിങ്ങളിപ്പോൾ സ്വസംസർജ്യമാനം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് പറഞ്ഞു? പൂർവം ഘടം അവിടെയില്ല, പിന്നെ ആനീതമാണ് ഘടം. പിന്നെ ഘടത്തെ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഘടത്തിന് അവിടെ സംബന്ധമില്ലേ? പിന്നെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ സ്വസംസർജ്യമാനി എന്ന് പറഞ്ഞപ്പോ എന്താ എന്ത് നേട്ടം കിട്ടുന്നത്? സ്വപദം കൊണ്ട് ഘടം, സ്വസംസർജ്യമാന വസ്തു ഏതാ? ഭൂതലം. അവിടെ തന്നെയല്ലേ പ്രതീയമാനം? ആണ്. പക്ഷെ അങ്ങനെയല്ല വരിക. സ്വഭാവതി എന്ന് പറയും, അവിടെ അഭാവമില്ല. മനസ്സിലായോ? ഇവിടെ കിട്ടുന്നത് സ്വഭാവതി എന്ന് പറഞ്ഞപ്പോൾ ഘടം ഇരിക്കുന്നിടത്ത് ഘടത്തിന്റെ അഭാവം പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഈ സ്ഥലം ഓടുന്നതൊക്കെ പ്രാതിഭാസിക സ്ഥലത്തെ ദൃഷ്ടാന്തീകരിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായതുകൊണ്ടാണ്
വ്യാവഹാരികമായിരിക്കുന്ന ഘടം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒഴിവാക്കി കളയുന്നുണ്ട്. അതിൽ അതിവ്യാപ്തി പറയാനുള്ള കാരണം എന്താ? അത് മിഥ്യ എന്നുള്ളത് മിഥ്യ അല്ല എന്ന് വരുമ്പോഴല്ലേ അത് അധ്യാസമല്ല. അധ്യാസമാണെങ്കിൽ ഇത് മിഥ്യ. അധ്യാസം എന്ന് പറഞ്ഞാൽ മിഥ്യ എന്ന് പറഞ്ഞു. നിങ്ങൾ ഹയർ ടെക്സ്റ്റിൽ മിഥ്യ എന്ന് കളിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പൊ അധ്യാസം. ഓക്കെ, അപ്പൊ ഘടം അധ്യാസമല്ലേ? അധ്യസ്ഥ വസ്തുവിനെ അധ്യാസം വിളിച്ച ഘടം അധ്യസ്ഥമാണ്. പിന്നെ നിങ്ങൾക്ക് ലക്ഷണം അതിവ്യാപ്തി എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണം കൊണ്ടുപോകുന്നത് പ്രാതിഭാസിക സ്ഥലത്തേക്കാണ്. എന്ന് പറയാം കയറിലെ സർപ്പം, ശുക്തിയിലെ രചനം ഇത്യാദി സ്ഥലത്തേക്കാണ്. എന്തുകൊണ്ടാ നിങ്ങൾ വ്യാവഹാരികത്തെ എടുക്കാത്തത്? വ്യാവഹാരികത്തെ എടുത്തു കഴിഞ്ഞാൽ പൂർവപക്ഷി സമ്മതിക്കത്തില്ല. രണ്ടുപേർക്കും സമ്മതമായിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ലക്ഷണം കൊണ്ടുപോകുന്നത്. അന്നപ്പോൾ പ്രാതിഭാസിക സ്ഥലം എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വ്യാവഹാരികമായിരിക്കുന്ന ഘടത്തെ ഒഴിവാക്കി കളയുന്നത്. ഒഴിവാക്കുമ്പോഴാണ് ലക്ഷണത്തിന്റെ അതിവ്യാപ്തി പറയാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? അങ്ങനെ ഇരിക്കെ ഒരു ഘടത്തെ വെച്ച് കഴിഞ്ഞാൽ ഘടത്തിന്റെ സംസർഗം അവിടെ ഉണ്ട്. സംസർജ്യമാനം അല്ലെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. പിന്നെന്തേ ഉള്ളൂ? സ്വന്തം അഭാവം ഇല്ല എന്നേ ഉള്ളൂ. അവിടെ ഒരു പ്രതിയോഗി വന്നിരുന്നു കഴിഞ്ഞാൽ അഭാവം ഉണ്ടാകത്തില്ല. ശരി, കയറിലെ സർപ്പത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിയോഗി ഇരിക്കുമ്പോൾ പോലും സർപ്പമാണോ? അതായത് ആ കയറ് പ്രതിയോഗി സർപ്പാഭാവത്തിന്റെ പ്രതിയോഗിയായിരിക്കും സർപ്പരൂപത്തിൽ ഭാഷിക്കുമ്പോൾ പോലും സർപ്പം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വഭാവതി പ്രതീയമാനത്വം എന്നുള്ളത് സർപ്പത്തിൽ വരത്തില്ലേ? വരും. ഇത് ഘടത്തെ കിട്ടത്തില്ല. എന്തുകൊണ്ടാ? സ്വഭാവം ഇല്ല അവിടെ. ഇരുന്നു കഴിഞ്ഞാൽ അല്ലാതെ വേറെ എന്ത് തലയാണ് ഉപയോഗിച്ചെന്നുള്ളത് ചിന്ത്യമാണത്. പൂർവം സ്വഭാവതി മുതലേ പശ്ചാത്താനിത് ഘടോപാധീതി ഘട ദിയാത്മ നിരാശായ സ്വസംസ്കൃതിമാനം. സംസ്കൃതിമാനത്തിലൊന്നും കളി നടക്കുന്നില്ല. തേന സ്വഭാവകാലേ പ്രതിയോഗി സംസർഗസ്യ വിദ്യമാനത ഇവിടെയാണ് കറക്ഷൻ നടത്തുന്നത്. പറഞ്ഞതിന്റെ ഗുട്ടൻസ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വഭാവകാലേ പ്രതിയോഗി സംസർഗസ്യ വിദ്യമാനത ഉച്ചത ഇതി ന അതിവ്യാപ്തി. സംസർഗപദം പറഞ്ഞതുകൊണ്ട് സ്വഭാവകാലേ പ്രതിയോഗി സംസർഗസ്യ വിദ്യമാനത ഉച്ചതേ. പ്രതിയോഗിയുടെ ഇവർ പറഞ്ഞത് കറക്റ്റാണ്. എന്തുകൊണ്ടാ പറഞ്ഞാല് സ്വസംസൃജ്യമാനം പറയുന്നത് എപ്പോഴാ? അഭാവകാലേ എന്നാണ്. അഭാവകാലേ പ്രതിയോഗി സംസർഗസ്യ വിദ്യമാനത. അപ്പൊ ശരിക്കും സ്വഭാവം പറയുന്നതാണ് നല്ലത്. അഭാവം ഇരിക്കുന്ന സമയത്താണ് പ്രതിയോഗിയുടെ സംസർഗം ഇരിക്കുന്നത്. തല തിരിച്ചു കിട്ടോ. പ്രതിയോഗിയുടെ സംസർഗം ഇരിക്കുന്ന സമയത്ത് ശരിക്കും അവിടെ അഭാവമുണ്ട്. നമ്മൾ ആ എൻഡിൽ നിന്നിട്ട് ചിന്തിച്ചു, ഇവർ ഈ എൻഡിൽ നിന്ന് ചിന്തിക്കുന്നു മാത്രം. പ്രതിയോഗി ഇരിക്കുന്നതാണോ അല്ല അഭാവമാണോ ഇവിടെ ഇരിക്കുന്നത്? അധ്യാസ സ്ഥലത്ത് പ്രതിയോഗിയാണ് ഇരിക്കുന്നത്, അഭാവമാണ് ഇരിക്കുന്നത്. പ്രതിയോഗിയുടെ പ്രതീതി നടക്കുന്നില്ലേ? ഉണ്ട്. പ്രതിയോഗിയുടെ പ്രതീതി നടക്കുമ്പോൾ പ്രതിയോഗി ഉണ്ടെന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടെ പ്രതിയോഗിയുടെ അഭാവമാണുള്ളത്. രണ്ടും നിലനിന്നുകൊണ്ടുള്ള സ്ഥലമാണ്. തേന സ്വഭാവകാലേ പ്രതിയോഗി സംസർഗസ്യ വിദ്യമാനത ഉച്ചതേ. എവിടെയാ? ലക്ഷണത്തിലാട്ടോ. സ്വന്തം അഭാവം ഇരിക്കുന്ന സമയത്ത് പ്രതിയോഗിയുടെ സംസർഗത്തിന്റെ വിദ്യമാനതയാണ്. എന്ന് പറഞ്ഞാൽ പ്രതിയോഗി വിദ്യമാനമായി കഴിഞ്ഞാൽ പ്രതിയുടെ സംസർഗം സംബന്ധത്തിന് വിദ്യമാനത വരും. വിദ്യമാനത എന്ന് പറഞ്ഞാൽ ഇരിപ്പ്. പ്രതിയോഗി ഇരിക്കുമ്പോൾ പ്രതിയോഗിയുടെ സംസർഗം ഉണ്ടാവും. കയറിലെ സർപ്പം ഇരിക്കുമ്പോൾ ആ സർപ്പത്തിന്റെ താതാത്മ്യവും കയറിലിരിക്കും. എന്നാൽ ആ സമയത്ത് സർപ്പം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് സ്വഭാവകാലത്തിൽ സർപ്പത്തിന്റെ അഭാവകാലത്തിൽ പ്രതിയോഗിയായിരിക്കുന്ന സർപ്പത്തിന്റെ സംസർഗം, ആ സംസർഗത്തിന്റെ വിദ്യമാനത, പ്രതിയോഗിയുടെ വിദ്യമാനതയും വരും. പ്രതിയോഗിയുടെ സംസർഗം എന്നുള്ള താതാത്മ്യത്തിന്റെ വിദ്യമാനത ഉച്ചത എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്ന് പറഞ്ഞാല് സംസർഗ പദം കൊണ്ട് തന്നെ ഉദ്ദേശിച്ചത് അഭാവത്തിന്റെ അധികരണത്തിൽ പ്രതിയോഗിയുടെ സംസർഗം. ആ അർത്ഥത്തിലാണ് അവർ സംസർജ്യമാനത പദം കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ അവിടെ പദം അന്വയിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നിങ്ങൾ ആദ്യമേ സ്വഭാവതി ഭൂതലെ പശ്ചാത്താനീത എന്ന് പറയുമ്പോഴേക്ക് സംസർഗം വന്നു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് സംസർഗ പദം കൊണ്ടുവന്നിട്ട് അതിനെ നിരാകരണം നടത്താൻ പറ്റുക? അഭാവപദം എന്നല്ലായിരുന്നു വേണ്ടത്. അപ്പൊ ഉദ്ദേശിച്ചത് അഭാവത്തിന്റെ അധികരണത്തിൽ പ്രതിയോഗിയുടെ സംസർഗം എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചത് എന്നാണ്. ഭൂത്വ അവച്ഛേദേന അവഭാസ്യ ഗന്ധേ അതിവ്യാപ്തി വാരണായ അത്യന്താഭാവതീതി പദം. ഇതിന് നൈയായിക ദൃഷ്ടിയിൽ വേറൊരു പ്രശ്നമുള്ള സ്ഥലമാണിത്. ഓക്കെ, നമ്മളെ വേദാന്ത ദൃഷ്ടിയിൽ മാത്രം പഠിക്കാം. ഭൂത്വം എവിടെ ഇരിക്കും? ഭൂത്വ മഹീയത നല്ലത്. ഭൂത്വം എവിടെ ഇരിക്കും? ഭൂവിലിരിക്കും. ഭൂ എന്ന് പറഞ്ഞാൽ വൃത്തിനെ ഉദ്ദേശിച്ചത്. വൃത്തിയിലിരിക്കുന്ന വൃത്തിത്വവും ഭൂത്വവും തമ്മിൽ രണ്ട് വ്യത്യസ്ത ജാതികളല്ല. ഓക്കെ, അപ്പോൾ ഭൂത്വാവച്ഛേദമായിരിക്കുന്ന ഭൂ ഏതാ? സകല ഭൂ. ഭൂത്വാവച്ഛേദേന അവഭാസ്യ ഗന്ധേ. സകല ഭൂമിയിലും വൃത്തിയുടെ ലക്ഷണം എന്താ? ഗന്ധവത്വം, വൃത്തിയായ ലക്ഷണം. അപ്പൊ ഗന്ധമില്ലാത്ത വൃത്തി ഉണ്ടോ?
ഇല്ല. നൈയായികന് ഗന്ധമില്ലാത്ത വൃത്തി കിട്ടുമോ? കിട്ടൂല. കിട്ടും. നൈയായികന്റെ ഗന്ധമില്ലാത്ത വൃത്തി ഏതാ? ഉത്പന്നം ക്ഷണം ദ്രവ്യം നിർഗുണ നിഷ്ക്രിയം ച തിഷ്ഠതി. ഈ ന്യായത്തിനനുസരിച്ച് ഉത്പത്തി ക്ഷണത്തില് പൃഥ്വിയില് ഗന്ധമില്ല, പൃഥ്വിത്വരിക്കും, ഭൂത്വരിക്കും. അതുകൊണ്ട് അവരുടെ സിദ്ധാന്തത്തിന്റെ വഴി പോകണ്ട, അതിന്റെ വഴി വേറെ ചിന്തിക്കേണ്ടി വരും. ഇത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു ശാസ്ത്രം എനിക്ക് മനസ്സിലാവണമെങ്കിൽ ബാക്കി സബോർഡിനേറ്റ് 5 സയൻസും പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഭൂത്വവച്ഛേദേന അവഭാസ്യ ഗന്ധേ അതിവ്യാപ്തി വാരണായ സ്വ അത്യന്താഭാവതീതി പദം. സ്വ അത്യന്താഭാവത്തെ എടുത്തുകടാം. അപ്പൊ എന്താ ലക്ഷണം ഉണ്ടാവുക? ഏകാവച്ഛേദേന സ്വസംസൃജ്യമാനെ അവഭാസ്യത്വം എന്നർത്ഥം കിട്ടും. അപ്പൊ ഏകാവച്ഛേദന എന്ന് പറഞ്ഞാല് ഭൂത്വവച്ഛേദന സകല ഭൂമിയിലും സ്വസംസൃജ്യമാനെ ഗന്ധ സംബന്ധിയായിരിക്കുന്ന പൃഥ്വിയിൽ അവഭാസ്യത്വം എവിടെ ഇരിക്കും? ഗന്ധത്തിലിരിക്കും. എന്നിട്ടും സിദ്ധാന്തി ഇവിടെ എന്താ പറയുന്നത്? ആ ഗന്ധം എന്തല്ല, അധ്യാസമല്ല, അധ്യസ്ഥ വസ്തു അല്ല എന്ന് മാനിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാതിഭാസിക സ്ഥലത്ത് നമ്മൾ ദൃഷ്ടാന്തീകരിക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ ഒരു അതിവ്യാപ്തി ഒഴിവാക്കാൻ എന്ത് പറഞ്ഞു? സ്വ അത്യന്താഭാവതി എന്ന് പറഞ്ഞു. ശരി, സ്വപദം കൊണ്ട് ഗന്ധത്തെ എടുക്കുക. ഗന്ധത്തിന്റെ അത്യന്തഭാവം ഇവിടെ ഇല്ല, ഗന്ധമാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അവർ നൈയായികന്റെ അടുത്ത് പോയ കളി മാറുന്നുള്ളത്. നൈയായികൻ പറയും സ്വത്യന്തഭാവം ഇരുന്ന് കാണിച്ചുതരാം, ഇരുത്തി കാണിച്ചുതരാം. അതുകൊണ്ട് പോകുന്നില്ല. ശുക്തൗ ഇതന്ത്വാപച്ഛേദേന രജത സംസർഗകാലേ അപ്പി അത്യന്താഭാവോ അസ്തി ഇത് നാദിവ്യാപ്തി. ഇനി നിങ്ങളുടെ ദൃഷ്ടാന്തം എവിടത്തേക്ക് കൊണ്ടുപോയി ഈ ലക്ഷണം എങ്ങോട്ട് അന്വയിക്കുന്നത് നോക്കിക്കോ. ശുക്തിയാദോ എന്ന് പറയാൻ പ്രാതിഭാസിക വസ്തുക്കളിൽ നിന്ന് ഇതിനർത്ഥമുള്ളൂ. ഇതന്ത്വാപച്ഛേദേന, ഇതമാരാ? ശുക്തി. ടീക്കെ, ശുക്തിയില് ശുക്തിത്വാപച്ഛേദേന അല്ല നമ്മൾക്ക് രജതം ഭാസിക്കുന്നത്, കേവലം ഇതന്ത്വാപച്ഛേദനയാണ്. കാരണം അധിഷ്ഠാനത്തിന്റെ സാമാന്യജ്ഞാനമേ ഉള്ളൂ. വിശേഷജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അധ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് ശുക്തി ശുക്തിത്വനെ ഭാസിക്കത്തില്ല, മറിച്ച് ഇതന്ത്വനെ ഭാസിക്കും. ഇതന്ത്വനെയുള്ള ശുക്തിയുടെ ഭാസമാണ് സാമാന്യഭാനം അല്ലെങ്കിൽ ആധാരത്തിന്റെ ഭാനം എന്ന് പറയും. അധിഷ്ഠാനം ഭാസിക്കത്തില്ല. അധിഷ്ഠാനവും ആധാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രഹ്മസ്ഥലത്ത് ഭാസിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും മിഥ്യയായിരിക്കും, ഒന്നുപോലും അവശേഷിക്കത്തില്ല. അന്നപ്പോൾ അധിഷ്ഠാനത്തിന്റെ ഭാനം ബ്രഹ്മസ്ഥലത്ത് വരത്തില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ അധിഷ്ഠാനമായിരിക്കുന്ന ശുക്തി ഭാസിക്കാതെ രജത എങ്ങനെ ഭാസിച്ചു? അന്നേരം പറയും ആ ബ്രഹ്മസ്ഥലത്ത് അധിഷ്ഠാനം ഭാസിക്കുമ്പോൾ അതിന്റെ പേരാണ് ആധാരം. കാരണം സംസൃഷ്ടമായിരിക്കുന്ന വസ്തുവിന്റെ ഭാനമാണ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ രജത സംസൃഷ്ടമായിരിക്കുന്ന ശുക്തി എന്നുള്ളത് അധ്യസ്ഥ വസ്തുവാണ്. അല്ലെങ്കിൽ പറയും അധിഷ്ഠാനത്തിന്റെ സാമാന്യഭാനം എന്ന് പറയും. അധിഷ്ഠാനത്തിന്റെ വിശേഷഭാനം ഉണ്ടെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെടും. സാമാന്യഭാനം എന്നുള്ളത് ഭ്രമത്തിന് അനുകൂലമാണ്. സാമാന്യഭാനം നടന്നിട്ടില്ലെങ്കിൽ അധ്യസ്ഥ വസ്തു ഭാസിക്ക് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ശുക്തൗ ഇതന്ത്വാവച്ഛേദേന രജത സംസർഗകാലേ, രജതത്തിന്റെ സംസർഗം ഇതന്ത്വാവച്ഛേദേന ഉള്ള സമയത്ത് പോലും അത്യന്താഭാവം അസ്തി. രജതത്തിന്റെ അത്യന്തഭാവം ഉണ്ട് ശുക്തിയിൽ. ഏത് സംബന്ധത്തിലാണ് രജതത്തെ നമ്മൾ ശുക്തിയിൽ കാണുന്നത്? താദാത്മ്യം. താതാത്മ്യം. ആ രജതത്തിന്റെ താതാത്മ്യം രജതത്തിലാ വേണ്ടത്, പക്ഷെ അത് നമ്മൾ ശുക്തിയിൽ കാണുക. ഇതം രജതം എന്ന് ശുക്തിയെ നമ്മൾ കാണുന്നത്. നനു അസ്യ ലക്ഷണസ്യ അസംഭവഃ ശുക്തോ രജതസ്യ സാമഗ്രി അഭാവേന സംസർഗാസത്വാണ്. ഈ ലക്ഷണത്തിന് സമന്വയിക്കാൻ പറ്റത്തില്ല, ലക്ഷണത്തിന്റെ അസംഭവമാണ്. എന്തുകൊണ്ടാ? ശുക്തോ രജത സാമഗ്രി അഭാവേന, രജതത്തിന്റെ സാമഗ്രി ശുക്തിയിൽ ഇല്ലാത്തത് കൊണ്ട് രജതത്തിന്റെ സംസർഗം എവിടുന്ന വരിക? രജതത്തിന്റെ താതാത്മ്യം വരണമെങ്കിൽ രജതത്തിന്റെ കാരണങ്ങൾ, സാമഗ്രി എന്ന് പറയുന്ന അർത്ഥം കാരണ കലാപത്തെയാണ് സാമഗ്രി. സകല കാരണങ്ങളുടെയും പേരാണ് സാമഗ്രി എന്നുള്ളത്. സാമഗ്രിക്ക് തൊട്ടടുത്ത ക്ഷണം കാര്യം ഉത്പന്നമാവും. ശരി, കാരണങ്ങളിൽ പലതിരുന്നാലും ചില കാരണങ്ങൾ ഇല്ലെങ്കിൽ കാര്യം ഉത്പന്നമാകത്തില്ല. പക്ഷെ സാമഗ്രി ഇന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്ഷണത്തില് കാര്യം ഉത്പന്നമാവും. കാര്യ നിയത പൂർവവൃത്തിത്വം കാരണത്വം. എന്നുവെച്ചാ സ്മര്യമാണ സത്യരജതസേവ പരത്ര ശുക്തൗ അവഭാസ്യത്വേന അദ്യാസുക്തിരിതി എന്നുവെച്ച വാച്യം. ഇതാണിത്. സ്മര്യമാണ് സത്യരജതസേവ. ടീക്ക്, അതായത് ഇനി മറ്റു മതങ്ങൾ കയറി വരാൻ പോവാണ്. സ്മരിക്കപ്പെടുന്ന, അതായത് നിങ്ങളുടെ നൈയായികന്മാരെ സംബന്ധിച്ച് അലൗകിക പ്രത്യക്ഷം മാനിക്കുന്നുണ്ട്. യോഗജ, സാമാന്യജ, ജ്ഞാനജ എന്നും പറഞ്ഞിട്ട് 3 വിധത്തിലുള്ള അലൗകിക പ്രത്യക്ഷം നൈയായികനുണ്ട്. അത് വെച്ചിട്ട് പല കാര്യങ്ങളും സമ്പന്നമാക്കി എടുക്കും. അവന്റെ സിദ്ധാന്തം സമ്പന്നമാക്കണമെങ്കിൽ ജ്ഞാന ലക്ഷണ സന്നികർഷം വേണം. അപ്പൊ ബ്രഹ്മസ്ഥലത്ത് ജ്ഞാനം തന്നെ സന്നികർഷം, ജ്ഞാന ലക്ഷണ സന്നികർഷം. അതായത് അനുമാന സ്ഥലത്ത്
ധൂമത്തിൽ നിന്ന് വന്യ അനുമതി നടത്തണമെങ്കിൽ ധൂമത്തെ കണ്ടിട്ട് വ്യാപ്തി നിശ്ചയിക്കണം. വാസ്തവത്തിൽ ഇത് വ്യാപ്തിയുടെ സ്മരണം മാത്രമാണ്. അപ്പോൾ നിശ്ചയം എവിടെ നടന്നു? നിശ്ചയം പണ്ടെങ്ങോ നടന്നതാണ്. എങ്ങനെ? വന്യുള്ള ഓരോരോ അധികരണത്തിലും ധൂമത്തെ കണ്ടതുകൊണ്ട് വന്യയും ധൂമവും തമ്മിലുള്ള ഒരു വ്യാപ്തി, ധൂമനിഷ്ഠ വ്യാപക വന്യ സമാനാധികരണ രൂപ വ്യാപ്തിയുടെ നിശ്ചയം മുമ്പ് നടന്നതുകൊണ്ട് ഇന്നിപ്പോൾ അതെങ്ങനെ നടന്നു? വ്യാപ്തി എവിടെയുള്ളത്? സകല ധൂമത്തിലും. ആരുടെ വ്യാപ്തിയ? സകല വന്യയുടെയും. പക്ഷെ സകല വന്യയെ സകല ധൂമത്തെ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സകല വന്യ നിരൂപിത സകല ധൂമനിഷ്ഠ വ്യാപ്തിയുടെ ഗ്രഹണം നടക്കും? അങ്ങനെ ഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ധൂമത്തെ കണ്ടിട്ട് വന്യനുമാനം നടത്തുക? നിങ്ങൾ പണ്ട് കണ്ട ധൂമം അല്ലല്ലോ ഇത് വേറെ ധൂമല്ലേ. പിന്നെ നിങ്ങൾ എങ്ങനെ വന്യനുമാനം നടത്തും? അന്നേരം പറയും വന്യയെ കാണുന്ന സമയത്ത് വന്യത്വ അച്ഛേദന സകല വന്യയെയും, ധൂമത്തെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ധൂമത്തെ കാണുന്ന സമയത്ത് ധൂമത്വ അവച്ഛേദന സകല ധൂമത്തിന്റെയും അലൗകിക പ്രത്യക്ഷം നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സാമാന്യ ലക്ഷണ സന്നികർഷം വഴി സകല വന്യയുടെ സകല ധൂമത്തിന്റെയും ചാക്ഷുഷ പ്രത്യക്ഷം നടക്കുന്നു എന്ന് പറയുന്നത്. ചാക്ഷുഷ പ്രത്യക്ഷമാണ് നടക്കുന്നത്. ഇതൊക്കെ വിചിത്രമായിരിക്കും സംഗതിയാണ്. നാട്ടു നടപ്പില് നടക്കത്തില്ലത്. ठीक है. ഇതിനെയാണ് സാമാന്യം എന്ന് പറയുന്ന അർത്ഥം ജാതി. വന്യത്വ സാമാന്യ സന്നികർഷം വഴി സകല വന്യയുടെയും ധൂമത്വ സാമാന്യ സന്നികർഷം വഴി സകല ധൂമത്തിന്റെയും ഗ്രഹണം നടക്കുന്നുണ്ട്. ഇതേപോലെ ബ്രഹ്മസ്ഥലത്ത് ശുക്തിയിൽ രജത കാണുന്ന സമയത്ത് വാസ്തവ രജത എവിടെയുണ്ട്? മാർക്കറ്റിൽ, അങ്ങാടിയിലുണ്ട്. ആ രജതത്തിനെ നമ്മൾ സ്മരിക്കുകയാണ്. സ്മരണം എന്നുള്ളത് ജ്ഞാനമാണ്. ഈ ജ്ഞാനലക്ഷണ സന്നികർഷം വഴി ഒരു സിദ്ധിക്കപ്പെടുന്ന സ്മര്യമാണ് രജതമുണ്ട്. ആ രജതത്തിലിരിക്കുന്ന രജതത്വത്തിന്റെ ഭാനമാണ് എവിടെ നടക്കുന്നത്? ശുക്തിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്യഥാഖ്യാതിവാദികളാണ് നൈയായികന്മാരെന്ന് പറയുന്നത്. ശുക്തി രജതത്വന ഭാസത്തെ. ശുക്തി രജത രൂപത്തിൽ ഭാസിക്കുമ്പോൾ രജതത്വത്തിന്റെ ഭാനമാണ് ഉള്ളത്. അന്നപ്പോൾ നമ്മൾ അനുഭവത്തെ രണ്ടാക്കി, യഥാർത്ഥം അയഥാർത്ഥം. യഥാർത്ഥ അനുഭവത്തിന്റെ ലക്ഷണം പറഞ്ഞേ. തദ്ഭാവയതി തത്പ്രകാരതോ തദ് അഭാവവതി തത്പ്രകാരകോ തത്പ്രകാരക അനുഭവോ അയഥാർത്ഥഃ. ലിജ പറഞ്ഞത് ഇതുമായിട്ട് എന്താ വ്യത്യാസം ലിജ? അതന്നെയല്ലേ ഞാൻ അയഥാർത്ഥം എന്നാ വിചാരിച്ചത്, അയഥാർത്ഥം എന്നല്ല വിചാരിച്ചത്. എന്നാ യഥാർത്ഥം പറഞ്ഞാല് തദ് അഭാവവതി തത്പ്രകാരകോ അനുഭവോ അയഥാർത്ഥഃ. നീ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളായിരുന്നു. തദ്ഭാവവതി എന്നാ പറഞ്ഞത്. ഇത് നിനക്കായിട്ടല്ല, ഇത് ഋഷിയേഷ പഠിപ്പിക്കുന്ന സമയത്തും കുട്ടികൾക്ക് പറ്റുന്നതാണ്. തദ്ഭാവവതി എന്ന് പറയുന്ന സംഭവം അതാണ്. തദ്ഭാവതി എന്ന് പറഞ്ഞ 2 ലക്ഷണ സ്ഥലത്തുമില്ല. തദ്ഭാവതി തദ്വതി എന്നേ ഉള്ളൂ, 2 സ്ഥലമായിട്ട്. പഠിക്കുന്ന സമയത്ത് അതിന്റെ വർണ്ണങ്ങളെങ്കിലും മനസ്സിലാക്കുക. വർണ്ണങ്ങളിൽ നിന്ന് ഒരു പദോത്പന്നമാവും, പദങ്ങൾ കൂട്ടി വെച്ചാൽ ഒരു വാക്യോത്പന്നമാവും. അപ്പൊ നോക്കിയോ, നജ സ്മര്യമാണ് സത്യരജതസ്യ ഏവ പരത്ര ശുക്തൗ അവഭാസത്വേന ന അധ്യാസത്വരിതി വാച്യം. അതായത് നിങ്ങളുടെ അധ്യാസ സ്ഥലത്തെ വസ്തു എന്ന് പറയുന്ന സാധനം ഇല്ല. മായികമായിട്ട് വസ്തുക്കളെ മാനിക്കുമ്പോൾ മാത്രമേ അധ്യാസം സിദ്ധിക്കപ്പെടത്തുള്ളൂ. നിങ്ങൾ ഈ മായ എന്നുള്ള ഈ മരുന്നുണ്ടല്ലോ, ഇത് വേദാന്തികൾ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, വേദാന്തിയുടെ MDMA ആണ് മായ. ഇത് വെച്ചിട്ടാണ് എല്ലാ ചികിത്സയും. അതായത് നൈയായികനോ സാങ്ക്യനോ ഒന്നും തന്നെ വസ്തു കൽപ്പിതമാണെന്ന് പറയൂല. ഓക്കെ, അതായത് വളരെ ശ്രദ്ധിച്ചോളട്ടെ ഇനി പറയുന്ന ഭാഗം. ശുക്തിയില് രജതം ഭാസിക്കുന്ന സമയത്ത് രജതത്വേന ശുക്തിയുടെ ഭാനം ഉണ്ട് എന്നാണ് നൈയായികൻ പറയുന്നത്. ഈ രജതത്വ വിശിഷ്ട രജതമായിരിക്കട്ടെ അങ്ങാടിയിൽ കാണുന്നുണ്ട്. വേദാന്തി പറയുന്നത് ശുക്തിയിൽ ഒരു പ്രാതിഭാസിക രജത ഉത്പന്നമാവുന്നുണ്ട്, അതില്ലാത്തതാണെന്നാണ്. അപ്പോൾ നൈയായികൻ പറയുന്നത് നീ കാണുന്ന രജതത്വം ഉള്ള രജതത്വമാണ്. അത് എവിടെയുള്ളത്? വാസ്തവ രജതത്തിലാണ്. ഇത്രയുള്ളൂ പ്രശ്നം. ജ്ഞാനലക്ഷണ സന്നികർഷം എന്ന് പറഞ്ഞാൽ സ്മൃതി എന്നുള്ള ജ്ഞാനം, സ്മൃതി ജ്ഞാനമല്ലേ ആണ്. ഈ സ്മൃതി എന്നുള്ള ജ്ഞാനം ഉണ്ടായിട്ടുണ്ട് രജതത്തിന്റെ. രജതത്തെ പണ്ട് നമ്മൾ അങ്ങാടിയിൽ കണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുന്ന വാസ്തവ രജതത്തിൽ ഇരിക്കുന്ന രജതത്വം വാസ്തവല്ലേ? ആണ്. രജതം വാസ്തവല്ലേ? ആണ്. പക്ഷേ ഇവിടെ ശുക്തിയില് രജതത്വം കാണപ്പെടുന്നു എന്ന് മാത്രം. രജതത്വം ഇരിക്കാത്ത എവിടെ? രജതത്വം ഇരിക്കാത്ത ശുക്തിയിൽ.
രജതത്വത്തിന്റെ ഭാനം നടക്കുകയാണ്. തഥാഭാവതി രജതത്വ ഭാവതി ശുക്തവും രജതത്വ പ്രകാരക ജ്ഞാനം. ഇവിടെയുള്ള രജതത്വം മിഥ്യയാണോ? അല്ല. കാരണം രജതത്വം എവിടെയുണ്ട്? വാസ്തവ രജതത്തിലുണ്ട്. ഇവിടെ ശുക്തി അന്യഥ എന്ന് പറഞ്ഞാല് രജതത്വേന ഭാസത എന്നേ അർത്ഥമുള്ളൂ. ശുക്തി രജതത്വേന ഭാസത. രജത അവിടെ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നൈയായികന്മാര് അന്യഥാഖ്യാതിവാദികളാണ്. നിങ്ങൾ ഖ്യാതിവാദം വരുന്ന സമയത്ത് ആത്മഖ്യാതിരസഖ്യാതിരന്യഥ തഥാ നിർവചനീയ ഖ്യാതിർ എന്താ ഇത്യേതഖ്യാതി പഞ്ചകം, ഇപ്രകാരം 5 ഖ്യാതികളുണ്ട്. അവിടെ അന്യഥാഖ്യാതിവാദികളാണ് നൈയായികന്മാര്. ശുക്തി അന്യഥ എന്ന് പറഞ്ഞാല് രജതത്വേന ഭാസത്തെ ഭാതി, രജതത്വേന ശുക്തി ഭാസിക്കുകയാണ്. ഇവിടെ അന്യഥ എന്ന് പറയുന്ന അർത്ഥം അന്യപ്രകാരമാണ്. ശുക്തിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന അന്യപ്രകാരമാണ് രജതത്വം. പ്രകാരമല്ലേ അന്യഥ എന്ന് അന്യപ്രകാരം എന്നർത്ഥം. ആ പ്രകാരാർത്ഥത്തിൽ വരുന്ന പ്രകാരവാച്യ. അപ്പോൾ ശുക്തിത്വേന അന്യപ്രകാരത്തിൽ രജതം ഭാസിക്കുകയാണ്. ഇവിടെ അന്യഥാഖ്യാതിവാദികൾ പോലും സംസർഗാംശത്തിൽ, ഏത് സംസർഗം? രജതത്വത്തിന്റെ സംസർഗം എവിടെ? ശുക്തിയിൽ. ശുക്തിയിൽ രജത സംസർഗമാണോ രജതത്വ സംസർഗമാണോ ഉള്ളത്? രണ്ടുമില്ല. നൈയായികന്മാരെ സംബന്ധിച്ച് രജതത്വ രൂപജാതിയുടെ സംബന്ധമോ രജതത്തിന്റെ സംബന്ധമോ ശുക്തിയിലില്ല. അപ്പോൾ രജതത്വത്തിന്റെ ഭാനം എവിടെ നടക്കുന്നുണ്ട്? ശുക്തിയിൽ നടക്കുന്നുണ്ട്. സംസർഗമില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഭാസിച്ചു? അതുകൊണ്ട് സംസർഗം മാനിക്കണം. ഈ സംസർഗാംശത്തിൽ അന്യഥാഖ്യാതിവാദികൾ പോലും എന്താ അഖ്യാതിയാണ് മാനിക്കുന്നത്, അസത്ഖ്യാതിയാണ് മാനിക്കുന്നത്. അസത്തായിരിക്കുന്ന ഭാനമാണ്. സംബന്ധം വരത്തില്ല. ശരി. അതായത് പറയും അന്യഥാഖ്യാതിവാദികൾ പോലും സംസർഗാംശത്തിൽ അസത്ഖ്യാതിവാദികളാകുന്നു. നമ്മൾ എത്രയും പോകുന്നില്ല. നമ്മൾ വേറെ അന്യഥാഖ്യാതി മാത്രം എടുത്താൽ സംസാരിക്കുന്നത്. നോക്കിക്കോ, സ്മര്യമാണ് സത്യരജത സേവ. സ്മരിക്കപ്പെടുന്നത് വാസ്തവത്തിലുള്ള ഒരു രജതമാണ്. പരത്ര എന്ന് പറഞ്ഞ പരത്ര ശുക്തവും അവഭാസ്യത്വേന അവഭാസിക്കപ്പെടുന്നതിനാൽ അധ്യാസത്വക്തി, അധ്യാസം എങ്ങനെ പറയാൻ പറ്റും? കാരണം എന്താ? അവഭാസിക്കപ്പെട്ടിരിക്കുന്ന രജതത്വം വാസ്തവല്ലേ ആണ്. അതെവിടെ? വാസ്തവ രജതത്തിലുണ്ട്. പിന്നെ എവിടെയാണ് കൽപ്പിതമായിരിക്കുന്ന രജതമോ ഉള്ളത്? ആയതിനാൽ അധ്യാസം എന്നുള്ള സംഭവിക്കത്തില്ല. ഇതിനജവാച്യം എന്ന് പറയണ്ട. എന്തുകൊണ്ടാ? അന്യതാഖ്യാതി പ്രസംഗാദിത്യ. അങ്ങനെ മാനിച്ചു കഴിഞ്ഞാൽ അന്യതാഖ്യാതി മതാപത്തിയുണ്ട്. നിങ്ങളിത് ശാസ്ത്രം പഠിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ലോക്കൽ ലെവലിലൊന്നല്ല ചർച്ച. ആചാര്യന്മാര് എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിലെ മതഭേദം ഉണ്ടല്ലോ, അവര് തമ്മിൽ ഉടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ മാനിച്ചാൽ അന്യതാഖ്യാതി പ്രസംഗം നേരിടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യതാഖ്യാതിവാദികളല്ല. വേദാന്തികൾ അനിർവചനാഖ്യാതിവാദികളാണ്. അവിടെ കയറിയിട്ട് അന്യസ്ഥലത്തിരിക്കുന്ന വസ്തുവാണ് ഇവിടെ ഭാസിക്കുന്നത് മാനിച്ചു കഴിഞ്ഞാൽ അന്യതാഖ്യാതി പ്രസംഗാത് അന്യഖ്യാതി എന്നുള്ള ദോഷം നേരിടും. ഭാട്ടൻ, നൈയായികൻ ഇവരൊക്കെ അന്യതാഖ്യാതികളാണ്. ഇത് ഒഴിവാക്കാനാണെന്ന് പറഞ്ഞത് സ്മൃതി രൂപ എന്ന് പറഞ്ഞത്. സ്മൃതി രൂപ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അടുത്ത പേജ് 12ാം പേജ് കാണോ. സ്മര്യത ഇത് സ്മൃതി. താഴെ തിരിച്ചിട്ടോ. സ്മൃതി സ്മര്യതേ, സ്മരണത്തിന്റെ വിഷയത്തെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത്. വേണമെങ്കിൽ സ്മരണ സ്മൃതി എന്ന് പറയാം. രണ്ട് രീതിയിൽ അന്വയിക്കാം. ആദ്യം നമ്മൾ കർമ്മണി കഴിഞ്ഞ് വെച്ചിട്ട് സ്മൃതി ശബ്ദം ഉണ്ടാക്കി സ്മര്യതേ എന്നുള്ള അർത്ഥത്തിൽ സ്മരിക്കപ്പെടുന്ന വസ്തുവിനെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത്. ഒരു ശബ്ദം നമ്മൾക്ക് ഭാവത്തിലോ കർമ്മത്തിലോ അതേപോലെ തന്നെ കർത്തര്യാർത്ഥത്തിലോ സിദ്ധിക്കാം. ഇവിടെ 2 മതി. സത്യരജിതാദി. സ്മൃതിയുടെ അർത്ഥം എന്താ? സ്മരിക്കപ്പെടുന്ന വസ്തു, വാസ്തവ സത്യരജിതം എന്നർത്ഥം. തസ്യരൂപം ഇവ രൂപം അസ്യേതി സ്മൃതി രൂപ. ആ സ്മരിക്കപ്പെടുന്ന സത്യരൂപം ഉണ്ടല്ലോ, അതിന്റെ രൂപം സത്യരൂപല്ലേ, അതേപോലുള്ള രൂപമാണ് ഇവിടെ ഇപ്പോൾ അധ്യസിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിൽ. സ്മൃതേഹ രൂപം ഇവ രൂപം അസ്യ. നമ്മൾ അധ്യസിക്കുന്ന സ്ഥലത്തും ഒരു വസ്തുവിനെ കാണുന്നുണ്ട്. നമ്മൾ സ്മരിച്ച സമയത്ത് സ്മര്യമാണമായിരിക്കുന്ന വസ്തുവുണ്ട്. സ്മര്യമാണമായിരിക്കുന്ന വസ്തുവിന് സമാനമായിരിക്കുന്ന വസ്തുവാണത്. ഒന്നല്ല, രൂപം സത്യരജതാദി തസ്യരൂപം ഇവ രൂപമസ്യ. സത്യരജതത്തിന് സമാനമായിരിക്കുന്ന രൂപമാണ് ഇവിടെ കാണപ്പെടുന്നത്. എവിടെ? അധ്യസിക്കുന്ന സ്ഥലത്ത്. അതിപ്പോ ഒരു ചോദ്യം വരും, സത്യരജതം ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് മറ്റുള്ള മതത്തിനനുസരിച്ച് എടുത്ത് പറയാണ് സത്യരജതത്തെ സ്മരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കണം കേട്ടോ. വാസ്തവ രജതത്തെ കാണുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ഇത് അധ്യസ്ഥ രജതമാണ്. അവിടെയാണ് അന്വയിക്കുന്നത്.
ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം പ്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.